വളരെ വേദനാജനകമായ ഒരു സംഭവമാണിത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് കാണാതായിട്ടുള്ളത്. ഇപ്പം ഞാൻ കോസ്റ്റ് ഗാർഡ് IG-യുമായിട്ട് സംസാരിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ കൂടെ കൂട്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ സെർച്ച് നടത്തുന്നത്. ഏതായാലും ആ അന്വേഷണം വീണ്ടും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡ് സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. നേവിയുണ്ട്. നേവിയുടെ സ്കൂബ ഡൈവിംഗിന്റെ ആളുകളുണ്ട്. പരമാവധി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ പ്രയാസമുള്ള വേദനയുള്ള സംഭവമാണ്. ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത് ഞാൻ രഞ്ജുവായിട്ട് സംസാരിക്കുകയായിരുന്നു. വളരെയേറെ വിഷമം, സഹിക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അപ്പോൾ അവർ ആശുപത്രിയിൽ പോയി പരിശോധന കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പം ഇതാണ്. ഏതായാലും സർക്കാരിനെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഈ കാര്യത്തിലും ഉണ്ടാകും. സെർച്ച് വീണ്ടും തുടരും. 6 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ തെരച്ചിലൊന്ന് ഊർജിതമായത്. ഈ 6 ദിവസം ആ ഗോൾഡൻ അവേഴ്സിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കും. എന്താണെന്ന് സാധാരണ സംഭവം ഉണ്ടാകും അപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കീഴിലാണ്. നമ്മളപ്പം തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. കോസ്റ്റ് ഗാർഡ് ഞാൻ കോസ്റ്റ് ഗാർഡ് IG അക്ബറുമായിട്ട് അപ്പം തന്നെ സംസാരിച്ചതാണ്. കോസ്റ്റ് ഗാർഡിന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ തദ്ദേശവാസികളെ കൂടി, കാരണം കടലിൽ പോകുന്ന പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂട്ടി പോകണമെന്ന് പറയാറുണ്ട്. അവരാദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പരിശ്രമം ഇപ്പോഴും തുടരുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നും അദ്ദേഹത്തോട് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. ഇന്ന് ഞാൻ വീണ്ടും പറഞ്ഞത് അന്വേഷണം തുടരട്ടെ. ഇപ്പോൾ അന്വേഷണം നിർത്തിവെക്കേണ്ട കാര്യമില്ല. ഇപ്പം നേവി വന്നു, സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. കോസ്റ്റൽ പോലീസിന്റെ നവീകരണം ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. കോസ്റ്റൽ പോലീസിന് കൂടുതൽ സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള നടപടി തീർച്ചയായിട്ടും അത് നോക്കുക. കോസ്റ്റൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ സൗകര്യങ്ങളാണ് പലപ്പോഴും അവർക്കുള്ളത്. അവർക്ക് വേണ്ടത്ര ബോട്ടുകളോ ഇല്ല, വാഹനമില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. അത് ഏതായാലും ഈ സംഭവത്തോടെ കണ്ണു തുറപ്പിക്കും. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകും. അപ്പോൾ അവർ ഈ ജീപ്പില്ല, ബോട്ടില്ല, അതൊക്കെയാണ് അവരുടെ പരാതികൾ. അപ്പോൾ അവർക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ഞാൻ കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അതിനൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. 10 വർഷമായി. ഇപ്പോൾ അത് പൂർത്തിയാക്കും. തന്നെയല്ല, അതിനാവശ്യമായ സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. സംശയം വേണ്ട. നമ്മളിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കണ്ട. കാരണം ഇതിപ്പം ഇങ്ങനെ ഈ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരാനാണ് ഞാനിവിടെ വന്നത്. വാസ്തവത്തിൽ ഒരു കുടുംബത്തിലെ 3 പേര് മരിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കാണാതാവുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ദുഃഖമാണ്. 10 ദിവസമായില്ലേ. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം. ഏതായാലും നമ്മൾ തെരച്ചിൽ തുടരട്ടെ. ചിലപ്പം തെരച്ചിൽ നടന്നു കഴിഞ്ഞാൽ അത് നിർത്തിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തുടരാനാണ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് ഇത്തവണ ക്യാബിനറ്റിൽ ഈ കാര്യം ഉന്നയിക്കും. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ MLA കൂടിയായ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. സർക്കാർ തീർച്ചയായിട്ടും എല്ലാ സഹായങ്ങളും ചെയ്യും, ഒരു സംശയവും വേണ്ട. കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള പ്രയാസവും വേണ്ട. അക്കാര്യമൊക്കെ ചെയ്യും.